കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിലും കടന്ന് പെറ്റി അടിക്കുന്നുവെന്ന് പരാതി. കന്യാകുമാരി ജില്ലയിലെ പളുകൽ സ്വദേശി മിഥുനാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്ത് എത്തിയത്. മിഥുൻ ഇക്കഴിഞ്ഞ ഡിസംബർ 12-ന് സുഹൃത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കവെ തമിഴ്നാടിന്റെ ഭാഗമായ പളുകൽ കയറ്റത്തിൽ വെച്ച് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുക്കുകയും പിഴ ഈടാക്കിയതായി ഓൺലൈനിൽ അറിയിക്കുകയുമായിരുന്നു. ഞാൻ കന്യാകുമാരി ജില്ലയിൽ പളുകൽ പഞ്ചായത്തിന് സമീപമാണ് ഞാൻ താമസിച്ചു വരുന്നത്. പുറത്ത് വന്നപ്പോൾ പാറശാല എൻ്റെ വണ്ടിക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ്. 6000 രൂപയാണ് പിഴ. തമിഴ്നാട്ടിലുള്ള എൻ്റെ വണ്ടിയും തമിഴ്നാട് വണ്ടിയാണ്, ഞാൻ താമസിക്കുന്ന തമിഴ്നാട്ടിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആർടിഒയ്ക്ക് 6000 രൂപ എൻ്റെ വണ്ടി? ഞാൻ ഇതിനെതിരാകെ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണറിനും പരാതി ഇത് സംബന്ധിച്ച് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും ഗതാഗത മന്ത്രിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും മിഥുൻ പരാതി നൽകിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് വാഹന ഉടമയായ സുഹൃത്ത് ഓൺലൈനിൽ പരിശോധിച്ചപ്പോഴാണ് വിവിധ വകുപ്പുകളിലായി 6000 രൂപ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തമിഴ്നാടിന്റെ പ്രദേശം കടന്ന് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ചിത്രങ്ങളെടുത്ത് പിഴ ഈടാക്കുന്നത് പതിവാണ് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇത്തരത്തിൽ നിരവധി പേർക്ക് ഇതിനു മുൻപും പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളതായും ഇവർ പറയുകയാണ്. പിഴ സംബന്ധിച്ച പരാതി ഉണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പാറശാല മോട്ടോർ വാഹന ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനെ കുറിച്ച് പലപ്പോഴും പലകുറി കൗതുകകരമായ വാർത്തകളും നമുക്ക് ദേഷ്യം തോന്നുന്ന വാർത്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് മാസപ്പടി 5000 രൂപ നൽകുന്ന ടിപ്പർ ലോറിക്ക് പേര് കിങ്സ്. ടിപ്പർ ലോറിക്കാരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ജോലി തെറിച്ചതിന് പിന്നാലെ പുറത്തുവന്നത് കൈക്കൂലി കഥകളുടെ നിർണായക വിവരങ്ങളാണ്. ടിപ്പർ ലോറി ഉടമകളോട് കോഴിക്കോട്ടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിക്കുന്നതിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഗതാഗത കമ്മീഷണർ നേരിട്ട് അന്വേഷണം നടത്തി എൻഫോഴ്സ്മെന്റ് MVI ധനീഷിനെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിനിടയിലാണ് മാസപ്പടി നൽകിയിട്ടുള്ള വാഹനങ്ങൾ തിരിച്ചറിയാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ലോറിയിൽ കിങ്സ് എന്ന പേരിൽ പ്രത്യേക സ്റ്റിക്കർ പതിച്ചിരുന്നതായും കണ്ടെത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടിപ്പർ ലോറി ഉടമയോട് മാസപ്പടി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖ 2 മാസം മുമ്പാണ് പുറത്തുവരുന്നത്. ലോറിക്ക് 5000 രൂപ പ്രകാരം മാസപ്പടി നൽകിയാൽ സ്ക്വാഡിന്റെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് ഉദ്യോഗസ്ഥൻ ഉറപ്പു നൽകുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഇതേ തുടർന്ന് ഗതാഗത മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറോടാണ് ആദ്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ശബ്ദരേഖയിൽ പരാമർശിക്കുന്നതിനാൽ ഗതാഗത കമ്മീഷണർ നേരിട്ടായി അന്വേഷണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനായ MVI ധനീഷിൽ നിന്നും താമരശ്ശേരി സ്വദേശിയായ ടിപ്പർ ലോറി ഉടമയിൽ നിന്നും മൊഴിയെടുത്തു. ഇത്തരത്തിൽ കേരളത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പലപ്പോഴും വ്യത്യസ്തങ്ങളായ പല പരാതികളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എല്ലാവരും നിയമം അനുസരിച്ച് തന്നെയാണ് പോകുന്നത് എന്ന അവകാശവാദമൊന്നുമില്ല എങ്കിലും ഇപ്പോൾ 90% ആളുകളും നിയമത്തിന്റെ ആ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അപ്പോഴും കൈക്കൂലിക്കും അതുപോലെ ഇത്തരത്തിലുള്ള കാരണമില്ലാതെ പിഴ ഈടാക്കുന്നതിനും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ഒരിക്കലും പിറകിലേക്ക് പോകുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഗുരുതരമായ വിഷയം. ന്യൂസ് ഡെസ്ക് കർമ്മൻ.